ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. ഇനി അതിൽ വരുന്ന ചില ഐറ്റത്തിൻ്റെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സുകളാണ് പറയാൻ പോകുന്നത്. അതിൽ ഡിപ്രീസിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, dividend can be declared only out of the profit after charging depreciation. Managerial commission or remuneration should also be determined on the net profit after charging depreciation. So the Companies Act provides that the original cost, accumulated depreciation, and the written down value of each asset should be shown in the balance sheet. So ഡിപ്രീസിയേഷൻ വളരെ മസ്റ്റായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ മീതെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ വാല്യൂം കൂടെ കുറച്ചിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ആ ഒരു ഡിപ്രീസിയേഷൻ കുറച്ചതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പ്രോഫിറ്റിൻ്റെ മീതെയാണ് നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേഷനും അതുപോലെ മാനേജറിയൽ കമ്മീഷനും റെമ്യൂണറേഷനും എല്ലാം ഫിക്സ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ റിക്വയർഡ് ജേണൽ എൻട്രീസ്, ഡിപ്രീസിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബ്റ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. സോ ദ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന കാറ്റഗറിയിലാണ് ഡിപ്രീസിയേഷനെ നമ്മൾ കാണിക്കുന്നത്. ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ദ ഡിഡക്ഷൻ ഫ്രം ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ബാലൻസ് ഷീറ്റിലാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് കാണിക്കുന്നത്. അത് ബാലൻസ് ഷീറ്റിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ ഫിക്സഡ് അസറ്റിൽ നിന്ന് കുറച്ചിട്ട് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ എന്നുള്ള ഐറ്റം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ പിന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ. If the depreciation appears in trial balance, it is shown under the statement of profit and loss under the head depreciation and other amortization expenses. ട്രയൽ ബാലൻസിൽ ആണ് ഈ ഒരു ഐറ്റം തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഐറ്റം ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലായിരിക്കും ഉണ്ടാവുക, ഏതൊരു ഐറ്റം ആണെങ്കിലും. അതിൽ ഈ ഡിപ്രീസിയേഷൻ്റെ കേസിൽ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ്. അത് ഹെഡ് വരുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അതർ അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. അതേസമയം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ഫിക്സഡ് അസറ്റ് ഇൻ ദ നോട്ട്സ് ടു അക്കൗണ്ട്. അതായത് നോൺ കറൻറ്റ് അസറ്റിൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കുകയും വേണം. രണ്ട് സ്ഥലത്തും അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഏതൊരു ഐറ്റത്തിനെയും നമ്മൾ രണ്ട് സ്ഥലത്ത് കാണിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡ് മീൻസ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റിൻ്റെ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിച്ചിട്ട് നോൺ കറൻറ്റ് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്.